എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വികാരത്തെക്കുറിച്ചാണ്. അതായത് ദേഷ്യം. ദേഷ്യം ഒരു സാധാരണ വികാരമാണ്. എന്നാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ മാനസികാരോഗ്യവും ബന്ധങ്ങളും നിലനിൽക്കുന്നത്. ദേഷ്യം നമ്മളെ ഭരിക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ജോലിസ്ഥലത്താകട്ടെ, വീട്ടിലാകട്ടെ, റോട്ടിലാകട്ടെ, പലപ്പോഴും ദേഷ്യം നമ്മുടെ നിയന്ത്രണം വിട്ടു പോകാറുണ്ട്. എന്നാൽ ദേഷ്യം നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുമോ? തീർച്ചയായും കഴിയും. ശാന്തമായിരിക്കാൻ സഹായിക്കുന്ന 7 മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ദേഷ്യം തിരിച്ചറിയുക എന്നതാണ്. ദേഷ്യം വരുന്നതിന് മുൻപ് ചില സൂചനകൾ നമ്മുടെ ശരീരവും മനസ്സും നൽകാറുണ്ട്. ഹൃദയമിടിപ്പ് കൂടുക, നെറ്റിച്ചുളിയുക, കൈകൾ മുറുകെ പിടിക്കുക, ശ്വാസം വേഗത്തിലാകുക തുടങ്ങിയവയെല്ലാം ദേഷ്യം വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ സൂചനകൾ മനസ്സിലാക്കുന്നത് ദേഷ്യം അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അതിനെ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കും. നിങ്ങൾക്ക് എപ്പോഴാണ് ദേഷ്യം വരുന്നത്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ദേഷ്യം തോന്നുന്നത്, ഇത് തിരിച്ചറിയുന്നത് വളരെ പ്രധാനമാണ്. ഒരു നോട്ട്ബുക്കിൽ നിങ്ങളുടെ ദേഷ്യം വരുന്ന സാഹചര്യങ്ങളും അതിന് കാരണമായ കാര്യങ്ങളും രേഖപ്പെടുത്തുക. ഇത് നിങ്ങളുടെ ദേഷ്യത്തിൻ്റെ ട്രിഗറുകൾ മനസ്സിലാക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന്, തിരക്കുള്ള സമയത്തെ ട്രാഫിക് ബ്ലോക്ക്, അല്ലെങ്കിൽ ചില ആളുകളുടെ സംസാര രീതി, ഒരുപക്ഷെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ദേഷ്യമുണ്ടാക്കിയേക്കാം. ഇവ തിരിച്ചറിയുമ്പോൾ നമുക്ക് ആ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ അല്ലെങ്കിൽ അവയെ നേരിടാൻ തയ്യാറെടുക്കാനോ സാധിക്കും. രണ്ടാമത്തേത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹൃദയമിടിപ്പ് കൂടുകയും ശ്വാസം വേഗത്തിലാകുകയും ചെയ്യും. ഈ അവസ്ഥയെ ശാന്തമാക്കാൻ ശ്വാസം എടുക്കാനുള്ള വ്യായാമങ്ങൾ വളരെ ഫലപ്രദമാണ്. ദേഷ്യം തോന്നി തുടങ്ങുമ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് വയറിൽ കൈവച്ച് ദീർഘമായി ശ്വാസം എടുക്കുക. 4 എണ്ണുന്നത് വരെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പിന്നെ 7 വരെ എണ്ണുന്നത് വരെ ശ്വാസം പിടിച്ചു നിർത്തുക. തുടർന്ന് 8 എണ്ണുന്നത് വരെ സാവധാനം പുറത്തേക്ക് വിടുക. ഇത് കുറഞ്ഞത് 5 തവണ ആവർത്തിക്കുക. ഈ പ്രക്രിയ നിങ്ങളുടെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കും. ശ്വാസം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ ദേഷ്യത്തിൽ നിന്ന് മാറുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, താൽക്കാലികമായി ആ സാഹചര്യം വിട്ടു നിൽക്കുക എന്നതാണ്. ചിലപ്പോൾ ദേഷ്യം വരുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരല്പം മാറി നിൽക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആ സന്ദർഭത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒഴിവാക്കും. നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്ന ഒരു സംഭാഷണത്തിലാണെങ്കിൽ ഒരു ചെറിയ ഇടവേള എടുക്കാൻ ആവശ്യപ്പെടുക. എനിക്കിപ്പോൾ ഈ വിഷയം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം എന്ന് പറയാം. കുറച്ചു നേരം നടക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ശാന്തമായ ഒരു സ്ഥലത്ത് പോയിരിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിന് ഒരു താൽക്കാലിക ഇടവേള നൽകുകയും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി ചിന്തിക്കാൻ സഹായിക്കുകയും ചെയ്യും. ദേഷ്യം കുറഞ്ഞ ശേഷം മാത്രം ആ സാഹചര്യം വീണ്ടും നേരിടുക. നാലാമത്തെ കാര്യം, പോസിറ്റീവായി ചിന്തകൾ വളർത്തുക എന്നതാണ്. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന രീതി ദേഷ്യത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കും. എനിക്കിത് സഹിക്കാൻ കഴിയില്ല, എപ്പോഴും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, എല്ലാം എൻ്റെ തെറ്റാണ് എന്നൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകൾ ദേഷ്യത്തെ വർദ്ധിപ്പിക്കും. ഈ നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവായ ചിന്തകളാക്കി മാറ്റാൻ ശ്രമിക്കുക. എനിക്കിത് ശാന്തമായി കൈകാര്യം ചെയ്യാൻ കഴിയും, ഇത് ഒരു താൽക്കാലിക പ്രശ്നം മാത്രമാണ്, എനിക്കിതിനെ മറികടക്കാൻ കഴിയും എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ ആവർത്തിക്കുക. ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റുകയും ദേഷ്യത്തെ കുറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ വികാരങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയും. അഞ്ചാമത്തെ, വ്യായാമം ചെയ്യുക എന്നതാണ്. ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അഡ്രിനാലിൻ പോലുള്ള ഹോർമോണുകൾ വർദ്ധിക്കുന്നു. ഈ ഊർജ്ജത്തെ ആരോഗ്യകരമായ രീതിയിൽ പുറത്തുവിടാൻ വ്യായാമം വളരെ നല്ലൊരു മാർഗമാണ്. പതിവായ വ്യായാമം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം ചെയ്യും. നടക്കുക, ഓടുക, യോഗ ചെയ്യുക, നീന്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക. ഇത് നിങ്ങളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും ദേഷ്യം നിയന്ത്രിക്കാനും സഹായിക്കും. ഒരുപാട് ദേഷ്യം വരുമ്പോൾ ഒരു ചെറിയ നടത്തം പോലും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിച്ചേക്കാം. ആറാമത്തെ കാര്യം, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ്. ദേഷ്യം പലപ്പോഴും ആശയവിനിമയത്തിലെ പ്രശ്നങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മുടെ വികാരങ്ങളെയും ആവശ്യങ്ങളെയും വ്യക്തമായും ശാന്തമായും പ്രകടിപ്പിക്കാൻ പഠിക്കുന്നത് ദേഷ്യം ഒഴിവാക്കാൻ സഹായിക്കും. നീ എന്നതിന് പകരം ഞാൻ എന്ന വാക്കുപയോഗിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, നീ എപ്പോഴും എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം തോന്നി എന്ന് പറയുക. ഇത് കുറ്റപ്പെടുത്തൽ ഒഴിവാക്കുകയും നിങ്ങളുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. മറ്റുള്ളവരെ ശ്രദ്ധാപൂർവം കേൾക്കാനും അവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാനും ശ്രമിക്കുക. ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ ദേഷ്യം കുറയ്ക്കാൻ സാധിക്കും. ഏഴാമത്തെ കാര്യം, ആവശ്യമെങ്കിൽ സഹായം തേടുക എന്നതാണ്. ചില സമയങ്ങളിൽ നമ്മുടെ ദേഷ്യം നമ്മുടെ നിയന്ത്രണത്തിലല്ലെന്ന് തോന്നിയേക്കാം. ദേഷ്യം നിങ്ങളുടെ ബന്ധങ്ങളെയും ജോലിയെയും അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ സഹായം തേടാൻ മടിക്കരുത്.
ഒരു തെറാപ്പിസ്റ്റിൻ്റെയോ കൗൺസിലറെയോ ദേഷ്യം കൈകാര്യം ചെയ്യാനുള്ള ഫലപ്രദമായ തന്ത്രങ്ങൾ പഠിപ്പിക്കാനും അതിൻ്റെ മൂലകാരണങ്ങൾ കണ്ടെത്താനും നിങ്ങളെ സഹായിക്കും. ദേഷ്യം ഒരു രോഗമല്ല, അത് കൈകാര്യം ചെയ്യാൻ പഠിക്കാവുന്ന ഒരു വികാരമാണ്. സഹായം തേടുന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് നിങ്ങളുടെ മാനസികാരോഗ്യത്തോടുള്ള ശ്രദ്ധയും കരുതലുമാണ്. ദേഷ്യം ഒരു സാധാരണ വികാരമാണെങ്കിലും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ സന്തോഷം നിലനിൽക്കുന്നത്. ഈ 7 വഴികൾ നിങ്ങൾക്ക് ദേഷ്യം നിയന്ത്രിക്കാനും ശാന്തവും സമാധാനപരമായ ഒരു ജീവിതം നയിക്കാനും സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർക്കുക, ക്ഷമയും പരിശീലനവും ഇതിന് ആവശ്യമാണ്. ദേഷ്യം വരുമ്പോൾ ഈ വഴികൾ ഓർമ്മിക്കുക, അവ പ്രയോഗത്തിൽ വരുത്തുക. പതിയെ പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. ഈ പരിപാടി നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.